തിരളി ഉണ്ടാക്കാനായിട്ട് പഴം, അരിപ്പൊടി, ശർക്കര ഉരുക്കിയത്, ഏലക്ക, ഉപ്പ്, തേങ്ങ, പഴം നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത് അരിപ്പൊടിയിലോട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി ഇട്ട് നന്നായി കുഴച്ച് വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കുഴയ്ക്കുക. ഇതെല്ലാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ചിരകിയത് അതിനകത്തോട്ട് ഇടുക. തേങ്ങ ചിരകിയത് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരളി ഇല, അതായത് വയണയിലയ്ക്കകത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് ആവിയിൽ വെച്ചാണ് പുഴുങ്ങിയെടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയേ. ഇലയുടെ എൻഡിലായിട്ട്, അതായത് നമ്മുടെ അറ്റത്ത് ഭാഗമായിട്ട് അതിങ്ങനെ വെച്ച് അതൊന്ന് മടക്കിയിട്ട് ആ ഭാഗത്ത് വീണ്ടും മാവ് വെക്കുക. അത് വീണ്ടും അതിൻ്റെ ആ ഞെടുപ്പ് കളയരുത്, ആ തണ്ട് കളയാതെ തണ്ട് അതിനകത്തോട്ട് കുത്തി ഇറക്കി വെക്കുക. എന്നിട്ടിങ്ങനെ എല്ലാം കൂടെ വെച്ച് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 to 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക.